പിണറായിക്കും ഗോവിന്ദനുമെതിരെ CPM-ൽ പൊതുവിഭാഗം ശക്തിപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ MA ബേബിയുടെ അനുഗ്രഹാശംസകളോടെ നേതാക്കളുടെ പൊതുചേരി. പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിലപാടുകളെ പാർട്ടിക്കകത്ത് തുറന്നെതിർത്താണ് പൊതുവിഭാഗം ശക്തിപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ നിയമസഭയ്ക്കകത്ത് തിരുത്തും രീതിയിലുള്ള പരസ്യ നിലപാട് വരെ ഇതിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കുന്നവരും കുറവല്ല. കീഴ്ഘടകങ്ങളെ മറികടന്നുള്ള തളിപ്പറമ്പിലെ MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വീഴ്ച ഏറ്റുപറഞ്ഞത് സംസ്ഥാന നേതൃത്വം ശരിവെച്ചു. ഇത്രയും വിശദീകരിച്ചാണ് MA ബേബി MV ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനത്തിന് അടിവരയിട്ടത്. മലപ്പുറത്ത് EMS-ന്റെ ലോകം ദേശീയ സെമിനാറിൽ CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു നിർത്തിയതിന് പിന്നാലെ MV ഗോവിന്ദനും പിണറായി വിജയനും ഒരേ സ്വരത്തിൽ തള്ളി പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യമാണ് ചൂണ്ടിക്കാണിച്ചതെന്നായിരുന്നു MV ഗോവിന്ദന്റെ വിശദീകരണം. വ്യക്തിപരമായ വീഴ്ചയുണ്ടായെന്ന പരാമർശം ഉണ്ടായിട്ടില്ലെന്ന് പിണറായി വിജയനും പറയുന്നു. MV ഗോവിന്ദനും പിണറായി വിജയനും തിരുത്തണം, നേതൃമാറ്റം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടേക്കില്ലെന്ന തിരിച്ചറിവിൽ കൂടിയാണ് CPM-ൽ പുതുചേരി ശക്തിപ്പെടുന്നത്. P രാജീവും M സ്വരാജും KN ബാലഗോപാലും അടക്കമുള്ള നേതാക്കൾ മുൻനിരയിൽ. EP ജയരാജനും PK ശ്രീമതിയും P ജയരാജനും അടക്കം വലിയൊരു നിര തന്നെ പിന്നിലുണ്ട്. പ്ലീനം വിളിക്കണമെന്ന ആവശ്യം വിപുലീകൃത സംസ്ഥാന സമിതിയിലേക്ക് ഒതുക്കിയത് പോലും അധികാരമാറ്റ ആവശ്യം മുന്നിൽ കണ്ടെന്നാണ് വിവരം. അതേസമയം പാർട്ടിക്ക് അകത്തും പുറത്തും എതിർക്കേണ്ടടുത്ത് എതിർക്കുമെന്നും ഇനിയൊരു ആനുകൂല്യം പിണറായിക്ക് പോലും കിട്ടില്ല എന്നുമുള്ള വ്യക്തമായ സൂചന കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്തും ഉണ്ടായി. സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ KN ബാലഗോപാൽ വിമർശിക്കുമ്പോൾ പിണറായി എതിർസ്വരം ഉയർത്തുന്നതും ഉടൻ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഭരണപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കേണ്ടതില്ലെന്ന അതേ സ്വരത്തിൽ ബാലഗോപാൽ പിണറായിക്ക് മറുപടി നൽകുന്നതും സഭ സാക്ഷിയായി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ഇടതുമുന്നണി ചേരാത്തതിന് പോലും കാരണം CPM-ലെ ഈ ചേരിതിരിവാണെന്ന് ഘടകകക്ഷികളിലും മുറുമുറുപ്പുണ്ട്.